കോശി സാർ എന്തിനാ കസ്റ്റമറെ വിളിക്കാൻ ഗൗരിയോട് പറഞ്ഞത്? ദേവൻ ചോദിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ദേവ, മോളെ പെണ്ണ് കാണാൻ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് ആള് വരുന്നുണ്ട്, അത് കഴിഞ്ഞ് ഫീൽഡിൽ ഇറങ്ങുമെന്ന്. ഇവിടെ വന്ന് ഗൗരിയോട് കസ്റ്റമറെ വിളിക്കാൻ പറഞ്ഞ് ഞാൻ നേരെ വീട്ടിൽ പോയി, കോശി സാർ പറഞ്ഞു. കസ്റ്റമറെ വിളിക്കാൻ രാജീവിനോട് പറഞ്ഞാൽ മതിയായിരുന്നില്ലേ? ഗൗരി പുതിയ സ്റ്റാഫല്ലേ? ദേവൻ ചോദിച്ചു. പുതിയ സ്റ്റാഫാണെങ്കിലും എന്താ ദേവ, ഞാനാണെങ്കിലും രാജീവാണെങ്കിലും ഈ ഡീൽ ക്യാൻസൽ ചെയ്യുമായിരുന്നു. എന്നാൽ കസ്റ്റമറെ വിളിച്ചതിന് ശേഷം അവൾ എന്നെ വിളിച്ചിരുന്നു. മെഷീനറി ഫിറ്റിംഗ്സ് ചെയ്യാൻ പറയുന്നുണ്ട്, അതുകൂടി ചെയ്യുകയാണെങ്കിൽ മാത്രമേ വർക്ക് നമുക്ക് തരുമെന്ന് കസ്റ്റമർ പറഞ്ഞെന്നവൾ എന്നോട് പറഞ്ഞു. ഈ ഡീൽ ക്യാൻസൽ ചെയ്തോളാൻ ഞാൻ പറഞ്ഞതാ. എന്നാൽ നെറ്റിൽ സെർച്ച് ചെയ്ത് മെഷീനറി ഫിറ്റിംഗ്സിൻ്റെ ആൾക്കാരുടെ നമ്പർ എടുത്ത് അവരെ വിളിച്ചതിന് ശേഷം അവൾ എന്നോട് പറഞ്ഞു, മെഷീനറി ഫിറ്റിംഗ്സ് ചെയ്യാൻ അറിയാവുന്ന ആൾക്കാരുണ്ട്, അവർക്ക് ആ വർക്ക് കൊടുക്കാം, ബാക്കിയെല്ലാം നമുക്ക് ചെയ്തു കൊടുക്കാമെന്ന്. നല്ല കാര്യമാണെന്ന് എനിക്കും തോന്നി. ചെക്കൻ്റെ വീട്ടുകാർ വന്നു പോയതിനു ശേഷം ഞാൻ മെഷീനറി ഫിറ്റിംഗ്സ് ചെയ്യാൻ അറിയാവുന്നവരെ പോയി കണ്ടിരുന്നു. അവരുമായി അവരുടെ റേറ്റ് സംസാരിച്ച് ഉറപ്പിച്ചതിന് ശേഷം അത് ഗൗരിയോട് വിളിച്ച് പറഞ്ഞിരുന്നു. അതനുസരിച്ച് കൊട്ടേഷൻ അടിച്ചു കഴിഞ്ഞു എന്നാണല്ലോ എന്നോട് ഗൗരി പറഞ്ഞത്. പിന്നെ എന്തു പറ്റി ദേവ? കോശി സാർ ചോദിച്ചു. ഇവിടെ ചെയ്തു കൊടുക്കാത്ത വർക്കുകളൊക്കെ ഏറ്റെടുക്കാൻ അവളോട് ആരാ പറഞ്ഞത്? സാറിന് ദേഷ്യം വന്ന അവളെ എന്ന് രവി പറഞ്ഞപ്പോഴേക്കും ദേവൻ രവിയെ വിളിച്ചു. രവി, കോശി സാർ ഇനി വീട്ടിൽ പോവല്ലേ? ദേവൻ ചോദിച്ചു. 2 കസ്റ്റമർക്ക് കൂടി കൊട്ടേഷൻ അടിക്കാനുണ്ട്, അത് രാജീവിനെ ഏൽപ്പിക്കണം. രാജീവ് നാളെ ഗൗരി വന്നാൽ കൊടുത്തോളും, അത് കഴിഞ്ഞാൽ വീട്ടിൽ പോവുക എന്ന് പറഞ്ഞ് കോശി സാർ അവിടെ നിന്ന് എഴുന്നേറ്റു. അത് എൻ്റെ കയ്യിൽ തന്നാൽ മതി, ഞാൻ രാജീവിന് കൊടുത്തോളാം. കോശി സാർ പോയിക്കോളൂ, ദേവൻ പറഞ്ഞു. കോശി സാർ ആ പേപ്പേഴ്സ് ദേവനെ ഏൽപ്പിച്ച് അവിടെ നിന്ന് പോയി. രവി പോയി രാജീവിനെ വിളിച്ചിട്ട് വാ, ദേവൻ പറഞ്ഞു. രവി അവിടെ നിന്ന് വന്ന് രാജീവിൻ്റെ ക്യാബിനിൽ നോക്കിയപ്പോൾ രാജീവ് അവിടെ ഉണ്ടായിരുന്നില്ല. തിരികെ ദേവൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, രാജീവ് പോയിരിക്കുന്നു, കുറച്ചുനേരം ഇരിക്ക് എന്ന് പറഞ്ഞ് ദേവൻ കമ്പ്യൂട്ടറിൽ എന്തൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഗൗരി അടുക്കളയിൽ രാത്രിക്ക് കഴിക്കാനുള്ളത് ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. പങ്കജത്തിൻ്റെ കണ്ണ് വെട്ടിച്ച് ദീപ്തി അങ്ങോട്ട് വന്ന് ചോദിച്ചു, ചേച്ചി, നല്ല മണം വരുന്നുണ്ടല്ലോ, ഇന്ന് എന്താ കറി? കടലക്കറിയാ, നിനക്കിഷ്ടല്ലേ? ഗൗരി ചോദിച്ചു. ചേച്ചി എന്തുണ്ടാക്കിയാലും എനിക്കിഷ്ടാ. അമ്മ ഉണ്ടാക്കുന്നതിനേക്കാൾ ടേസ്റ്റാ ചേച്ചി ഉണ്ടാക്കുന്നതിന്. അച്ഛനും എപ്പോഴും പറയാറുണ്ട് ചേച്ചിക്ക് നന്ദിനി അമ്മയുടെ കൈപ്പുണ്യാണെന്ന്, ദീപ്തി പറഞ്ഞു. നീ ഇത് പറയുന്നത് ഇളയമ്മ കേൾക്കണ്ട, ഗൗരി പറഞ്ഞു. എന്താടി ഞാൻ കേൾക്കാതെ പറയുന്ന രഹസ്യം എന്ന് ചോദിച്ച് പങ്കജം അങ്ങോട്ട് വന്നു. രഹസ്യമൊന്നുമില്ല അമ്മേ, പരസ്യം തന്നെയാ. അച്ഛൻ പറയാറില്ലേ അമ്മ എന്തെങ്കിലും ഉണ്ടാക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ചേച്ചി ഉണ്ടാക്കുന്നതാണെന്ന്, അത് പറഞ്ഞതാ, ദീപ്തി പറഞ്ഞു. ഇവളുണ്ടാക്കുന്നതിന് ടേസ്റ്റ് ഉണ്ടാകും, കാരണം ഇവൾ അടുക്കളപ്പണി തുടങ്ങിയത് 5 വയസ്സ് മുതലാ. എന്നാൽ എനിക്ക് ആ ഗതിയൊന്നും വന്നിട്ടില്ല. ഇവളുടെ ജാതകമല്ല എൻ്റേത്. എൻ്റെ അച്ഛനും അമ്മയും ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നുണ്ട്, പങ്കജം പറഞ്ഞു. ഗൗരിക്ക് അത് കേട്ട് സങ്കടം വന്ന് കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നെങ്കിലും അവൾ അത് തുടച്ചു മാറ്റി അവളുടെ ജോലികൾ ചെയ്തുകൊണ്ടിരുന്നു. എന്തിനാ അമ്മ എപ്പോഴും ചേച്ചി ഇങ്ങനെ സങ്കടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? ചേച്ചി പാവല്ലേ? ദീപ്തി ചോദിച്ചു. പാവം ഇവളോ? ഇവള് എൻ്റെയും നിൻ്റെയും ഒക്കെ ചോറിൽ മണ്ണ് വാരിയിടാൻ വന്നവളാ. ഇവളുടെ പുറകെ ചുറ്റാതെ പോയിരുന്ന് പഠിക്കാൻ നോക്കിക്കോ എന്ന് പറഞ്ഞ് പങ്കജം ദീപ്തിയുടെ നേരെ കൈയോങ്ങി. അത് കണ്ട് പേടിച്ച് ദീപ്തി അവിടെ നിന്ന് ഓടി. എടി, ഓരോന്ന് പറഞ്ഞു മയക്കി എൻ്റെ മക്കളെ കയ്യിലെടുക്കാന്ന് വിചാരിക്കണ്ട നീ. അവരെ കൊണ്ട് തന്നെ നിന്നെ ഇവിടെ നിന്ന് അടിച്ചിറക്കും ഞാൻ, പറഞ്ഞില്ലെന്ന് വേണ്ട എന്നും പറഞ്ഞ് പങ്കജം അവിടെ നിന്ന് പോയി. പങ്കജം ഉമ്മറത്തെത്തിയപ്പോൾ ഒരു കാർ വരുന്ന ശബ്ദം കേട്ട് അങ്ങോട്ട് ചെന്നു. അതിൽ നിന്ന് രവി ഇറങ്ങി വന്ന് ചോദിച്ചു, ഇത് ഗൗരിയുടെ വീടല്ലേ? ഇത് ഗൗരിയുടെ വീടല്ല, ഇത് എൻ്റെ കെട്ടിയോൻ്റെ വീടാ. അവളിവിടെ താമസിക്കുന്നു എന്നേ ഉള്ളൂ, പങ്കജം പറഞ്ഞു. പുറത്ത് പങ്കജം ആരോടോ സംസാരിക്കുന്നത് കേട്ട് ദിയയും ദീപ്തിയും അങ്ങോട്ട് വന്നു. ഗൗരി ഉണ്ടോ ഇവിടെ? രവി ചോദിച്ചു. ചേച്ചി ഇവിടെ ഉണ്ട്, ദീപ്തി പറഞ്ഞു. മിണ്ടാതിരിക്കടി അവിടെ എന്ന് പറഞ്ഞ് പങ്കജം ദീപ്തിയുടെ കയ്യിൽ ഒരടി കൊടുത്തു. ഗൗരിയെ ഒന്ന് വിളിക്കുവോ? രവി ചോദിച്ചു. നീ ആരാ? പങ്കജം ചോദിച്ചു. ഞാൻ ഗൗരി ജോലി ചെയ്യുന്ന ഓഫീസിൽ നിന്നാ, രവി പറഞ്ഞു. പുറകെ അന്വേഷിച്ചു വരാൻ അവൾ എന്തെങ്കിലും അവിടുന്ന് മോഷ്ടിച്ചിട്ട് വന്നതാണോ? പങ്കജം ചോദിച്ചു. ഏയ്, അങ്ങനെയൊന്നുമല്ല, അവളോട് ഒന്ന് സംസാരിക്കണം, വിളിക്കുവോ? രവി ചോദിച്ചു. പോയി അവളെ വിളിച്ചു കൊണ്ടുവാ, പങ്കജം ദീപ്തിയോട് പറഞ്ഞു. ദീപ്തി ഉടനെ അടുക്കളയിലേക്ക് ഓടി. ചേച്ചി, ചേച്ചിയെ കാണാൻ ആരോ വന്നിട്ടുണ്ട്, ദീപ്തി ഗൗരിയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു. എന്നെ കാണാനോ? ആരാ? ഗൗരി ചോദിച്ചു.
അതറിയില്ല, ഓഫീസിൽ നിന്നെന്നാ പറഞ്ഞത്, ദീപ്തി പറഞ്ഞു. ഓഫീസിൽ നിന്നോ എന്ന് ചോദിച്ച് ഗൗരി അടുക്കളയിൽ നിന്ന് ഉമ്മറത്തേക്ക് വന്നു. ഗൗരിയെ കണ്ടതും ദേവൻ കാറിൽ നിന്ന് പുറത്തിറങ്ങി അവരുടെ അടുത്തേക്ക് വന്നു. ദേവനെ അവിടെ കണ്ട് ഗൗരിക്ക് അത്ഭുതമായി. ആരാടി ഇവരൊക്കെ? പങ്കജം ചോദിച്ചു. ഇത് ഓഫീസിലെ സാറാ, ദേവനെ ചൂണ്ടി ഗൗരി പറഞ്ഞു. സാർ കയറിയിരിക്കൂ, ഗൗരി പറഞ്ഞു. അപ്പോൾ ദേവൻ സിറ്റൗട്ടിൽ കയറി അവിടെയുള്ള ചെയറിൽ ഇരുന്നു. ഈവനിങ് കോശി സാർ ഓഫീസിൽ വന്നിരുന്നു, കാര്യങ്ങളെല്ലാം പറഞ്ഞു. നാളെ ഓഫീസിലേക്ക് വന്നോ? ദേവൻ പറഞ്ഞു. വേണ്ട സാർ, ഇനി ഞാൻ അവിടേക്ക് വരുന്നില്ല, ഗൗരി പറഞ്ഞു. ഇനി ഇവളെ ജോലിക്കൊന്നും വിടുന്നില്ല, കല്യാണം കഴിപ്പിച്ചു വിടാനാ തീരുമാനിച്ചിരിക്കുന്നത്, പങ്കജം പറഞ്ഞു. ചെയ്ത തെറ്റിന് മാപ്പ് പറഞ്ഞ് നിന്റെ കാല് പിടിച്ച് ക്ഷമയാചിച്ച് നിന്നെ കൂട്ടിക്കൊണ്ടു പോകാനൊന്നും വന്നതല്ല ഞാൻ. നിന്റെ ഭാഗത്ത് തെറ്റില്ലെന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് തിരികെ വിളിക്കണമെന്ന് തോന്നി. നിനക്ക് ജോലി വേണമെങ്കിൽ നാളെ വന്ന് റീജോയിൻ ചെയ്തോ, ഇതാ നിന്റെ അപ്പോയിൻമെൻ്റ് ലെറ്റർ എന്ന് പറഞ്ഞ് ദേവൻ അവൻ്റെ കോട്ടിൻ്റെ പോക്കറ്റിൽ കരുതിയിരുന്ന അവളുടെ അപ്പോയിൻമെൻ്റ് ലെറ്റർ എടുത്ത് സിറ്റൗട്ടിൻ്റെ സ്ലാബിൽ വെച്ച് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി കാറിൽ കയറി. പിന്നാലെ രവി ചെന്ന് കാർ എടുത്തു. അവർ ഗേറ്റ് കടന്നു പോയതും ഗൗരി ആ അപ്പോയിൻമെൻ്റ് ലെറ്റർ എടുത്ത് അകത്തേക്ക് പോയി. ആ സമയത്താണ് രാഘവൻ വരുന്നത്. അയാൾ കയറി വന്ന് പങ്കജത്തോട് ചോദിച്ചു, ആരാ ഇപ്പോൾ ഇവിടുന്ന് പോയത്? ജോലിക്ക് പോയി തുടങ്ങിയിട്ട് ഒരാഴ്ച കഴിഞ്ഞതേ ഉള്ളൂ, അപ്പോഴേക്കും കണ്ട ആണുങ്ങളൊക്കെ വീട് അന്വേഷിച്ച് വരാൻ തുടങ്ങി, പങ്കജം പറഞ്ഞു. ആരെ, ഗൗരിയോ? രാഘവൻ ചോദിച്ചു. പിന്നല്ലാതെ ആരാ ഇവിടുന്ന് ജോലിക്കെന്നും പറഞ്ഞു പോകുന്നത്? എൻ്റെ മക്കളോ? ദേ രഘുവേട്ട, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇവളെ ഇങ്ങനെ അഴിഞ്ഞാടാൻ വിടാതെ ഇവിടെ അടങ്ങി ഒതുങ്ങി നിൽക്കാൻ പറഞ്ഞോ. ഒരു കല്യാണം ശരിയായതാ, ഇവളെ അന്വേഷിച്ച് ആൾക്കാർ വരുന്നുണ്ടെന്നറിഞ്ഞാൽ പിന്നെ അത് മുടങ്ങും, പങ്കജം പറഞ്ഞു. അവളെവിടെ? രാഘവൻ ചോദിച്ചു. അടുക്കളയിലുണ്ടാകും, പങ്കജം പറഞ്ഞു. അയാൾ അടുക്കളയിലേക്ക് ചെന്നു. അപ്പോൾ ഗൗരി അവിടെ പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എടി, നിന്നെ അന്വേഷിച്ച് എന്തിനാ അവർ വന്നത്? രാഘവൻ ചോദിച്ചു. അത് രാവിലെ എൻ്റെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റുണ്ടായി. അപ്പോൾ എന്നോട് ഇനി ജോലിക്ക് വരണ്ടാന്ന് പറഞ്ഞിരുന്നു. എൻ്റെ ഭാഗത്ത് തെറ്റില്ലെന്ന് മനസ്സിലായപ്പോൾ തിരികെ വിളിക്കാൻ വന്നതാ, ഗൗരി പറഞ്ഞു. രാവിലെ ജോലിക്ക് വരണ്ടാന്ന് പറയുക, രാത്രി വന്നോളാൻ പറയുക. നീ എന്ത് ജോലിക്ക് അവിടെ പോകുന്നത്? പങ്കജം ചോദിച്ചു. ഇളയമേ, വെറുതെ വേണ്ടാത്തത് പറയണ്ട, ഗൗരി പറഞ്ഞു. ഞാൻ പറയുന്നത് വേണ്ടാത്തതാണോ? അത് തന്നെയല്ലേ ഇവിടെ നടന്നത്, പങ്കജം പറഞ്ഞു. ഇനി നീ ജോലിക്കൊന്നും പോകണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അടുത്ത മാസം കൂടി കഴിഞ്ഞാൽ പിന്നെ നിന്റെ കല്യാണാ. അവിടെ വേണ്ടത്ര സ്വത്തുണ്ട്. നീ ജോലിക്ക് പോയിട്ടൊന്നും വേണ്ട, രാഘവൻ പറഞ്ഞു. ഈ കല്യാണം എനിക്കിഷ്ടല്ല, ഞാൻ സമ്മതിക്കില്ല, ഗൗരി പറഞ്ഞു. നീ സമ്മതിക്കും, ഈ കല്യാണം നടന്നേ പറ്റൂ. ഇന്നുകൂടി ഞാൻ രാമകൃഷ്ണനെ കണ്ടേ ഉള്ളൂ, അവര് ഡേറ്റ് നോക്കി അറിയിക്കാന്നാ പറഞ്ഞിരിക്കുന്നത്, രാഘവൻ പറഞ്ഞു. കല്യാണത്തിന് ഡേറ്റ് നോക്കുന്നതല്ലേ ഉള്ളൂ, എനിക്ക് അതുവരെ ജോലിക്ക് പോകണം, ഗൗരി പറഞ്ഞു. രഘുവേട്ട, ഇത് ഇവളുടെ അടവാണ്. ഇവള് മറ്റെന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടാകും, അതിന് സമ്മതിക്കണ്ട, പങ്കജം പറഞ്ഞു. എന്നെ ജോലിക്ക് പോകാൻ സമ്മതിച്ചില്ലെങ്കിൽ കല്യാണത്തിന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല, ഗൗരി പറഞ്ഞു. അപ്പം നിനക്ക് ഈ കല്യാണത്തിന് സമ്മതാണെന്നാണോ നീ പറയുന്നത്, രാഘവൻ ചോദിച്ചു. അതിനവൾ മറുപടിയൊന്നും പറഞ്ഞില്ല. മിണ്ടാതെ നിൽക്കുന്നത് കണ്ടില്ലേ? ഇവൾ അടവെടുക്കുന്നതാ രഘുവേട്ട, ഇവൾ എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട്, പങ്കജം പറഞ്ഞു. എന്ത് മനസ്സിൽ കാണാൻ? ഈ 2 മാസം കൊണ്ട് മറ്റൊരു വീട് വാങ്ങി അവിടെ പോയി താമസിക്കാനൊന്നും ഇവൾക്ക് കഴിയില്ലല്ലോ. പിന്നെ 2 മാസം മുൻപ് പരിചയപ്പെട്ട ഒരുത്തൻ്റെ കൂടെ പോയി ജീവിതം പാഴാക്കാനുള്ള അത്ര ബുദ്ധിയില്ലായികയൊന്നും ഇവൾക്കില്ല എന്ന് പറഞ്ഞ് രാഘവൻ അവിടെ നിന്ന് പോയി. പിറ്റേന്ന് ഗൗരി ഓഫീസിൽ പോകുക തന്നെ ചെയ്തു. അവൾ വന്ന് അവളുടെ സീറ്റിലിരുന്നപ്പോൾ സ്റ്റെഫി അത്ഭുതത്തോടെ ചോദിച്ചു, നീ വന്നോ? അവൾ മൂളി. ദീപ ഓഫീസിലേക്ക് വരുമ്പോൾ ഗൗരിയെ അവളുടെ സീറ്റിൽ കണ്ട് അവളുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു, ദേവൻ സാർ നിന്നെ തിരികെ വിളിച്ചോ? അപ്പോഴും അവൾ മൂളുക മാത്രം ചെയ്തു. അഞ്ജലി അവളെ കണ്ട് ദേഷ്യത്തോടെ അവളുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു, എടി, നാണല്ലാതെ പിന്നെ നീ കയറി വന്നോ? ഗൗരി പേടിച്ചിരിക്കുന്നത് കണ്ട് ദീപ പറഞ്ഞു, അവളെ ദേവൻ വിളിച്ചിട്ട് അവൾ വന്നത്. ദേവൻ ഇവളെ വിളിച്ചെന്നോ? ദേവൻ പറഞ്ഞു വിട്ട ഒരാളെ ദേവൻ തിരികെ വിളിക്കില്ല എന്ന് പറഞ്ഞ് നാൻസി അവിടേക്ക് വന്നു. എങ്കിൽ പിന്നെ അതെല്ലാം ദേവൻ നോക്കിക്കോളും, നിങ്ങൾ നിങ്ങളുടെ സീറ്റിൽ പോയിരിക്കെ, ദീപ പറഞ്ഞു. ദേവൻ നിങ്ങളുടെ ചൊൽപ്പടിക്കാണെന്നൊരു ഭാവം നിങ്ങൾക്കുണ്ട്, അത് മനസ്സിൽ വെച്ച് ഞങ്ങളോട് ആജ്ഞാപിക്കണ്ട. ഭർത്താവില്ലാത്ത സ്ത്രീകളോട് പുരുഷന്മാർക്ക് തോന്നുന്ന അടുപ്പം മുതലെടുത്ത് നിങ്ങളിവിടെ വല്ലാതെ വിലസുന്നുണ്ട്. അത് നിർത്താൻ എന്താ വേണ്ടതെന്ന് അറിയാഞ്ഞിട്ടല്ല, അഞ്ജലി പറഞ്ഞു.
അത് കേട്ടതും ദീപ അഞ്ജലിയുടെ ചെകിടത്ത് ഒന്ന് പൊട്ടിച്ചു. ഇനി എന്നെക്കുറിച്ച് ഒരക്ഷരം നീ പറഞ്ഞ നിന്റെ നാവ് ഞാൻ പിഴുതെടുക്കും, ദീപ പറഞ്ഞു. എടി എന്ന് വിളിച്ചുകൊണ്ട് അഞ്ജലി ദീപയ്ക്ക് നേരെ ചെന്നു. വേണ്ട അഞ്ജലി എന്ന് പറഞ്ഞ് നാൻസി അവളെ തടഞ്ഞു.